Hi, this is Joy Kakkathuruthel. Welcome to my channel. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈസ് എന്ന സഹായക്രിയ ഉപയോഗിച്ച് എങ്ങനെ ചോദ്യം ഉണ്ടാക്കാം എന്ന് പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർ എന്ന ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിച്ച് പോസിറ്റീവ് സെൻറ്റൻസിനെ എങ്ങനെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കി മാറ്റാമെന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആർ ഈസ് എ പ്ലൂറൽ ഫോം ഓഫ് വെർബ്. ഈസ് എന്ന വെർബിൻ്റെ പാസ്റ്റ് ഫോമാണ് ആർ. ഈസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആകുന്നു, ആണോ, ഉണ്ട്. സെയിം അർത്ഥമാണ് ആം, ഈസ്, ആർ. ഈ മൂന്ന് വാക്കുകളുടെ അർത്ഥം അത് തന്നെയാണ്. ഇത് പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, ആർ ബഹുവചനമാണ്. അതുകൊണ്ട് ബഹുവചന സബ്ജക്റ്റോട് കൂടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. യു, വി, ദേ ഓർ എനി അതർ പ്ലൂറൽ നെയിം, അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഉദാഹരണങ്ങളിലൂടെ നമുക്ക് നോക്കാം. വി ആർ സ്റ്റുഡൻസ്. ആർ ഈസ് ദ ഹെൽപ്പിംഗ് വെർബ് ഇൻ ദി സെന്റൻസ്. നമ്മളൊരു സെന്റൻസിനെ അല്ല, ഇല്ല എന്നാക്കുന്നതിലേക്കായി നോട്ട് ആഡ് ചേർക്കുകയാണ് ചെയ്യുന്നത്. ആർ, വി ആർ സ്റ്റുഡൻസ്, ഞങ്ങൾ വിദ്യാർത്ഥികളാണ്. Then the sentence become we are not students. Are changed into are not. ആർ എന്ന വാക്ക് ആർ നോട്ട് എന്നായി മാറി. ഞങ്ങൾ വിദ്യാർത്ഥികളല്ല. ഓക്കെ, let us say another sentence. These are my friends. ഇവർ എൻ്റെ സുഹൃത്തുക്കളാണ്. Which is the helping verb in this sentence? Are. Are is the helping verb. നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു നെഗറ്റീവ് സെൻറ്റൻസ് ആക്കാൻ ഹെൽപ്പിംഗ് വെർബിന് ശേഷം നോട്ട് ചേർക്കണം. അങ്ങനെയെങ്കിൽ ഈ സെൻറ്റൻസ് എങ്ങനെയായി മാറും? ദീസ് ആർ നോട്ട് മൈ ഫ്രണ്ട്സ്. ദീസ് ആർ നോട്ട് മൈ ഫ്രണ്ട്സ്. ആർ ഈസ് ചേഞ്ച്ഡ് ഇൻ ടു ആർ നോട്ട് ബിക്കോസ് ആർ ഈസ് ദ ഹെൽപ്പിംഗ് വെർബ്. ഹെൽപ്പിംഗ് വെർബിന് ശേഷം നോട്ട് ചേർക്കണം. സോ ഈ സെൻറ്റൻസ് ദീസ് ആർ നോട്ട് മൈ ഫ്രണ്ട്സ്, ഇവർ എൻ്റെ സുഹൃത്തുക്കളല്ല എന്നായി മാറി. ഓക്കെ, മറ്റൊരു സെൻറ്റൻസ് നോക്കാം. You are helping the needy people. ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകുന്നുണ്ട്. There are two verbs are there. First one is are, second one is also helping, another verb is there. So the first one is helping verb. ഇവിടെ ഇത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഇതൊരു ഹെൽപ്പിംഗ് വെർബാണ്. ആ മെയിൻ വെർബിനെ സഹായിക്കുന്നു. അപ്പോൾ നമ്മളെപ്പോഴും നോട്ട് ആഡ് ചെയ്യുന്നത് ഹെൽപ്പിംഗ് വെർബിന് ശേഷമാണ്. ഇൻ ദിസ് സെൻറ്റൻസ് ഓൾസോ ആർ ഈസ് ദ ഹെൽപ്പിംഗ് വെർബ്. സോ വി ആഡ് നോട്ട് ഹിയർ. ആർ ചേഞ്ച്ഡ് ഇൻ ടു ആർ നോട്ട്. സോ യു ആർ ഹെൽപ്പിംഗ് ദ നീഡി പീപ്പിൾ becomes you are not helping the needy people. Okay, one more sentence we can see. They are supporting people of the government. They are supporting people of the government. ഇവർ ഗവൺമെന്റിനെ പിന്താങ്ങുന്ന ആളുകളാണ്. ഓക്കെ, സോ ആർ ഈസ് ദ ഹെൽപ്പിംഗ് വെർബ്. സപ്പോർട്ടിംഗ് ഈസ് അനദർ വെർബ്, ആക്ഷൻ വെർബ്. So this verb is supporting this verb. That is why this verb is known as helping verb. ഈ വെർബിനെ, ആക്ഷൻ വെർബിനെ സഹായിക്കുന്ന വെർബ് എന്ന നിലയിലാണ് ഇതിന് ഹെൽപ്പിംഗ് വെർബ് എന്ന പേര് ക്ലിയറായും വിളിക്കാൻ കാരണം. ഓക്കെ, സോ ഹിയർ ഓൾസോ ആർ ഈസ് ദ ഹെൽപ്പിംഗ് വെർബ്. സോ വി ചേഞ്ച്ഡ് ആർ നോട്ട്. ആർ ആഫ്റ്റർ നോട്ട് ഈസ് ആഡഡ്. സോ ദിസ് സെൻറ്റൻസ് became like this. They are not supporting people of the government. ഇവർ ഗവൺമെന്റിനെ സഹായിക്കുന്നവരല്ല. Let me cut short my words by telling once again the total facts. R is a plural form of verb. അതിൻ്റെ അർത്ഥം ആയിരുന്നു, ഉണ്ടായിരുന്നു എന്നൊക്കെ മലയാളത്തിൽ ആവും. ഇത് പ്രസന്റ് ടെൻസ് ആണ്. അതുപോലെ തന്നെ അത് ബഹുവചനമാണ്. ആർ ബഹുവചനമാണ്. അതുകൊണ്ട് ബഹുവചന സബ്ജക്റ്റുകളോട് കൂടിയാണ്
നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് ദ ക്ലാസ് വെരി വെൽ. ഈ ക്ലാസ് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദ നെക്സ്റ്റ് ക്ലാസ് വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ആർ എന്ന വെർബ് ഉപയോഗിച്ച് എങ്ങനെ ഒരു ചോദ്യമായി മാറ്റാം എന്നുള്ളതാണ്. സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലമർത്താനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരുപക്ഷെ നിങ്ങൾക്കിത് അറിയാവുന്നതായിരിക്കാം, എങ്കിൽ പോലും ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്ക് പ്രയോജനപ്പെടുവാൻ സാധിക്കുമല്ലോ. ഓക്കെ, ബൈ.